എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരിൽ വെച്ച് ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനി ചേച്ചിയെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങളൊന്നും നമ്മൾ ആരും മറന്നിട്ടില്ല. എന്നാൽ അതിന്റെ വേദന അടങ്ങുന്നതിന് മുമ്പ് തന്നെ അതേ ഏറ്റുമാനൂരിൽ നിന്ന് ജിസ്മോളും അതിന്റെ 2 കുഞ്ഞുങ്ങളും മരിച്ച വിവരവും നമ്മൾ വേദനയോടെയാണ് കേട്ടത്. എന്നാൽ ഈ 2 മരണത്തിന്റെ പിന്നിൽ ഒരേ കാരണമാണ്: ഭർത്തൃ വീട്ടിലെ പീഡനം. ഭർത്തൃ വീട്ടിലെ പീഡനം ഒട്ടും സഹിക്കാൻ പറ്റാതെയാണ് ജിസ്മോൾ മരണത്തിന് കീഴടങ്ങിയത്. പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടിലൊക്കെ പറയുന്നത് ജിസ്മോളുടെ ശരീരത്തിൽ ഒരു ബേണിന്റെ പാടുണ്ടായിരുന്നു, കൈ ആഴത്തിൽ മുറിഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെയും ജിസ്മോളുടെയും വായിൽ ഹാർപ്പിക്കിന്റെ അംശമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സംശയമാണ്, ഇത് ശരിക്കും ആത്മഹത്യ തന്നെയാണോ അതോ കൊലപാതകമാണോ എന്ന്. ഈ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താ, ഇതൊരു കൊലപാതകം തന്നെയാണെന്നല്ലേ മനസ്സിലാകുക. അതെങ്ങനെയാണ് അതൊരു ആത്മഹത്യയാകുന്നതെന്ന് ഞാൻ ചിന്തിക്കുക. കാരണം ഒരാൾ മരിക്കാൻ വേണ്ടി കൈയുടെ ഞരമ്പ് മുറിച്ചു. അപ്പം നമ്മൾ കൈയുടെ ഞരമ്പ് മുറിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മുറിവിൽ നമുക്ക് വേദന എടുക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒരു വെയിൻ കട്ടായി കഴിഞ്ഞാൽ കുറച്ച് ബ്ലഡ് വരാം. ഇപ്പോൾ ഒന്ന് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ആ ബ്ലഡിൻ്റെ ഫ്ലോ അങ്ങ് നിൽക്കും. എന്നാൽ ആഴത്തിലാ മുറിവെന്ന് പറയുന്നു. ആഴത്തിലാ മുറിവെങ്കിൽ ഒരു ആർട്ടറിയൊക്കെ കട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, അത് മുറിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ എങ്ങനെയായിരിക്കുമെന്ന്. അതൊന്ന് പിടിച്ചു നിർത്താൻ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ കയ്യിൽ മുറിവും വെച്ചുകൊണ്ട് ഈ ജിസ്മോള് സ്കൂട്ടർ ഓടിച്ച് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുകയാണ് പുഴയിലോട്ട് ചാടാൻ. എന്ത് വിരോധാഭാസമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളൊക്കെ പറയുന്നത്. ഇത് ജനങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് എങ്ങനെയാണ് അത് വിശ്വസിക്കാൻ പറ്റുന്നത്? കാരണം ഈ മുറിവ് വെച്ചുകൊണ്ട് ഈ പെങ്കൊച്ച് വണ്ടി ഓടിച്ചോ? അതോടൊപ്പം ഇവള് തന്നെ ഹാർപ്പിക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തെങ്കിൽ ഈ മൂത്ത കുഞ്ഞ് 4 വയസ്സിന് ഇളയതാണ്. ഈ കുഞ്ഞിനും വിഷം കൊടുത്തിട്ടുണ്ടല്ലോ. ഈ കുഞ്ഞിനെ ഇവിടെ വണ്ടിയുടെ മുമ്പിലോ പുറകിലോ എവിടെയെങ്കിലും വെച്ചിട്ട് വേണ്ടേ വണ്ടി ഓടിക്കാൻ. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഉള്ളിയും മരിച്ച കുഞ്ഞിനെ അല്ലെങ്കിൽ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ അത്ര സുഖമായിട്ടിരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റുമോ? വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, ഓടിക്കാൻ പറ്റുമോ? അതോടൊപ്പം ഈ ചെറിയ കുഞ്ഞ് 1 വയസ്സും 2 മാസവും പ്രായമുള്ളൂ. ആ കുട്ടീനെ എങ്ങനെ അവൾ പിടിച്ചിട്ടുണ്ടാവും? ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വണ്ടി ഓടിക്കണം. അതോടൊപ്പം അതിൻ്റെ കൈ മുറിഞ്ഞിരിക്കുകയാണ്. മൂത്ത കുഞ്ഞിനെ നോക്കണം, ഇളയ കുഞ്ഞിനെ നോക്കണം. ആ പെണ്ണിന് അത്ര എളുപ്പമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ ഇതിന് ഈ ബ്ലഡ് ഫ്ലോ പോകുന്ന കാരണം അതിന് വല്ല തലചുറ്റൽ വരത്തില്ലേ? അവർ വീഴത്തില്ലേ? ഈ മൂത്ത കുഞ്ഞിനെ ഓൾറെഡി അവൾ ഹാർപ്പി കൊടുത്തിട്ട് ആ വണ്ടി കയറ്റിയില്ല. ആ കുഞ്ഞൊന്ന് വേച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വഴി വീഴത്തില്ലേ? ഇതൊന്നും അവിടെ നടന്നിട്ടില്ല. അതിന് പകരം അവർ സുഖമായിട്ട് എന്താ വണ്ടി കൊണ്ട് ഓടിച്ച് പാലത്തിൻ്റെ മേളിൽ കൊണ്ട് വെച്ചിട്ട് എടുത്ത് ചാടിയോ? അങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത്? അതോടൊപ്പം തന്നെ ഇത്രയും ദിവസമായിട്ട് ഒരു CCTV ദൃശ്യങ്ങളോ കാര്യങ്ങളോ ആർക്കും കിട്ടിയിട്ടില്ല, പോലീസിനും കിട്ടിയിട്ടില്ല. ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇവരുടെ വീട്ടിൽ ഇതുപോലെ പീഡകൾ ആ പെണ്ണ് അനുഭവിച്ചെന്ന്. അവരുടെ സുഹൃത്ത് വന്ന് പറയുന്നു, നിള എന്ന് പറയുന്ന അവരുടെ സുഹൃത്ത് വന്ന് പറയുന്നു, ഇതുപോലെ കൊടിയ പീഡനങ്ങൾ ആ പെണ്ണ് ആ വീട്ടിൽ അനുഭവിച്ചിരുന്നു എന്ന്. സ്വന്തം സഹോദരൻ പറയുന്നു ആ വീട്ടിൽ ചെന്ന് കയറി 2 മാസം തൊട്ട് നിറത്തിന്റെ പേരിൽ ഇവർ അധിക്ഷേപം അനുഭവിക്കുകയാണെന്ന്. അന്നേ വിട്ടച്ചു പോരേണ്ടതായിരുന്നു. എന്തായാലും ജിസ്മോൾ സഹിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരുന്നു. എങ്ങനെയെങ്കിലും എൻ്റെ കുടുംബജീവിതം ഒന്ന് നന്നായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ കരുതി. എന്നാൽ ഇത്രയൊക്കെ സഹിച്ച് ജീവിക്കുന്ന ഒരു കാര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ജിസ്മോളുടെ തീരുമാനമായിരുന്നു. അതാണ് ജിസ്മോളുടെ പപ്പ പറയുന്നത്. കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്തായാലും കേരളീയൻ ചാനലിൽ ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് ഈ ജിസ്മോളുടെ പപ്പ സംസാരിക്കുന്നത്. അത് നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. എനിക്ക് ഒന്നാമത്തെ ഒരു സംഭവം ഉണ്ടായത്, ഞാൻ പറഞ്ഞില്ല, കല്യാണം കഴിപ്പിച്ച് 3 മാസം കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുക. ആദ്യത്തെ അനുഭവം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ബന്ധുവീട്ടിൽ ഞാൻ ചെല്ലുമല്ലേ. ചെന്നപ്പം അവരോട് വർത്താനമൊക്കെ പറഞ്ഞാൽ കാർന്നൂർ കിടന്ന് ഉറങ്ങുവാണ്. ഉടനെ കാർന്നൂത്തി എന്നോട് ഇന്ന് വർത്താനമൊക്കെ അപ്പം ചാച്ചൻ എന്ത് ചെയ്യുന്നത് ഞാൻ ചോദിച്ചപ്പോൾ ചാച്ചൻ കിടന്ന് ഉറങ്ങുവാണ്. എന്നിട്ട് വിളിച്ച് ഏൽപ്പിച്ച് എന്നെ കാണിച്ചില്ല. ഞാൻ 1 മണിക്കൂർ അവിടെ ചെന്നിട്ട് എനിക്കതെല്ലാം സങ്കടമായിപ്പോയി. ഞാൻ എന്തും ഇതാണ് കാണിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. അത് അവർക്ക് നാണക്കേടായെന്ന് അവർ പറയുന്നത്. അവർ എന്നിട്ട് പിന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ചാച്ചൻ പറഞ്ഞു അവളെന്നെ വിളിച്ച് അറിയിച്ചില്ല അമ്മാച്ചാ, സോറി കേട്ടോ എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര വിഷമം. അപ്പം തന്നെ ഞാൻ ഓർത്തിത് ശരിയായ ഒരു ഇതല്ല. അച്ഛനോട് നല്ല ബഹുമാനമായിരുന്നു, സ്നേഹമായിരുന്നു. ഞാൻ അപ്പം അച്ഛൻ എന്തെങ്കിലും നമുക്ക് സൈഡ് എന്ന് പറഞ്ഞ് അന്നേരം അമ്മ പറയുന്നതന്നെ നീ അപ്പനുമായിട്ട് ഇതാണ് ഇത് വെച്ചോണ്ടിരിക്കുക, അങ്ങനെയൊക്കെ പറയുന്നത്. എന്നാ ചെയ്യും? പിന്നെ ഇവർക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യുവാണ്. അന്നേരം അമ്മ പറയുന്നത് അപ്പനെ വശീകരിക്കും, അപ്പനെ വശീകരിച്ചു. എന്നാ ചെയ്യും? അത് അവളെന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് പാലായിൽ ഓഫീസ് തുടങ്ങിയപ്പോഴാണ് തലയിൽ പാട് കണ്ടത്. അപ്പോൾ ഞാൻ ഇതെന്നാ മനേന്ന് ചോദിച്ചും പറഞ്ഞു കഥകെ മുട്ടിയതാന്ന് പറഞ്ഞു. 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത്. ചോദിച്ചുകൊണ്ടിരുന്നപ്പം പറഞ്ഞു എന്നെ കൊണ്ട് ചേട്ടായി കിട്ടിയത് ഇടിപ്പിച്ചതാണ്. ഞാൻ അന്നും പ്രശ്നം ഉണ്ടാക്കാൻ ചെന്നപ്പോഴത്തേനും എൻ്റെ കയ്യെ കാലെ പിടിച്ചു. പക്ഷെ പോകണ്ട, അതിന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അപ്പുറമാണ് വരുന്നത്. അതുകൊണ്ട് മാറുമായിരിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ചേട്ടായുടെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞു. ആദ്യത്തെ ഭാര്യ മരിച്ചതിൻ്റെ പൈസ അവിടെ വേണ്ടി ഞാൻ അക്കൗണ്ട് അവൾക്കാണ് കിട്ടുന്നത്. അത് കിട്ടാറാവുമ്പോഴത്തേനും ഇവിടെ ആങ്ങളമാരെയൊക്കെ എന്നോട് പറഞ്ഞില്ല, ആങ്ങളെയൊക്കെ വിളിച്ചില്ല പൈസ കിട്ടിയിട്ട് ഞാൻ പ്ലെയിനെ കയറിയിട്ടില്ല, ചേട്ടായും കൊണ്ടൊന്ന് പ്ലെയിനെ കയറി പോകാൻ. അതിനത് പോകണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അത് ആ കുടുംബത്തോടൊന്ന് പോകാൻ അത്ര ഇതായിരുന്നു. ഒന്നാമത്തെ കാര്യം, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവരൊരു നമ്മുടെ ഒരു പരിപാടിക്ക് അവർ വിധിയാണ്. നമ്മുടെ വീട്ടിൽ കല്യാണമോ അവർ വരികയാണ്. ചേട്ടായി വിടിയായിരുന്നു അവർ. ചേട്ടായിക്ക് വേണ്ട, ചേട്ടായി വിടിയായിരുന്നു. ഞാൻ ഇവളോട് ആകെന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോരെ, നമുക്ക് നാട്ടിൽ വേറെ ആരുമില്ല, ഞാനും ഉള്ളു, നല്ല വീടും കിടക്കുന്നു, നമുക്കിവിടെ ജീവിക്കാം. കുഞ്ഞില്ലായിരുന്നു, ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കുഞ്ഞായില്ലായിരുന്നു. കൊണ്ടുപോകാനായിട്ട് ഇരിക്കുമായിരുന്നു. അന്നേരം അവൾ പറഞ്ഞു ഞാൻ പോരുന്നില്ല,
ഞാൻ പോയി എനിക്ക് ഇവിടെ ന്യായമായ ജോലിയുണ്ട്, ഒരാളും വേണ്ട, പപ്പ ഉണ്ടെന്ന് നാട്ടിൽ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടോളാം. ഇവിടെ ഞാനന്ന് അടുത്തൊരു ആകുമ്പോഴത്തേനും അവൾ ഞാനും കൂടെ ഒന്നിച്ച് പോകാനായിട്ട് ഇരിക്കുമായിരുന്നു. ഇവൾ കല്യാണം കഴിച്ച് ചെന്നപ്പം തൊട്ട് അമ്മായിമ്മയും നാത്തൂനും പറയുന്നത് ഇവർക്ക് കളറില്ല. അതാണ് മൂത്ത കൊച്ചുണ്ടായി കഴിഞ്ഞപ്പം ആ അമ്മയുടെ വിവരം നോക്കണം. അമ്മ പറയാം പാലായിൽ ഓക്സിജൻ ഇല്ലാഞ്ഞിട്ടാണ് കൊച്ചു കറുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ചോദിച്ചു അമ്മ കറുത്തിരിക്കുന്ന നല്ല ഓക്സിജനുള്ള നീർക്കാട് തന്നെ നല്ല ഓക്സിജൻ ഞാൻ പറയുന്നു എൻ്റെ വിവരക്കേട് ഇതെല്ലാം സഹിച്ചെൻ്റെ കൊച്ചിരിക്കുമല്ലോ. ജിസ്മോന്റെ പപ്പ പറയുന്നുണ്ട്, കുഞ്ഞെ നീ വീട്ടിലേക്ക് പോരേ, നിനക്ക് അവിടെ പറ്റില്ലെങ്കിൽ പോരേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാണ് ജിസ്മോൾ അവിടെ ജീവിച്ചിരുന്നത്. നല്ലൊരു മൂഞ്ചി തള്ളയാണ് അമ്മായിമ്മയായിട്ട് കിട്ടിയത്. അപ്പൊ എൻ്റെ ഒരു അധോഗതി ഒന്ന് ഓർത്തു നോക്കിയേ. അമ്മായപ്പനോട് ഇച്ചിരി സ്നേഹം കാണിച്ച പറയും നീ അമ്മായപ്പന്റെ കൂടെയാന്ന് പറയുമെന്ന്. എന്തൊക്കെ സ്വഭാവമാണെന്ന് നോക്കിക്കേ. ഇവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തൊരു സുഖം പോലെയാണെന്ന് തോന്നുന്നു. അയാളെ സപ്പോർട്ട് ചെയ്ത് പറയുമോ, അപ്പനോട് ഇച്ചിരി സ്നേഹമായിട്ട് സംസാരിക്കുകയോ ചെയ്താൽ ഉടനെ പറയും നീ അവരുടെ കൂടെയല്ലേ, നീ അവരുടെ കൂടെയല്ലേ. ഈ തെള്ളനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ഇതിന്റെ മോന്തക്കുറ്റി നോക്കി രണ്ടട്ടിയം കടിച്ച തത്ത പറയുന്ന പോലെ പറയും കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്ത് കൂട്ടി എന്നുള്ള കാര്യങ്ങൾ. ഒരു പാവം പെണ്ണിനെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും ഏൽപ്പിച്ച് കൊടുത്തേച്ച് ഇരിക്കുവാണ്. ഇപ്പം ക്യാൻസറിന് ചികിത്സ കഴിച്ചുകൊണ്ടിരിക്കുന്ന തള്ളയാ. എന്നിട്ട് അതിനൊരു അടക്കമുണ്ടോ എന്ന് നോക്കിക്കേ. ഇതിപ്പറ എന്ത് ശിക്ഷ അവർ വേക്കണം ഇനി? അതൊന്നും പോരാത്തതുകൊണ്ട് പിന്നെ ഈ പാവം പിടിച്ച കുഞ്ഞുങ്ങളുടെ ശാപം കൂടെ മേടിക്കാനാണോ ഈ തള്ളയമാരി കാട്ടിക്കൂട്ടുന്നതൊക്കെ? എന്തായാലും ഭർത്തൃ വീട്ടിൽ കൊടിയ പീഡനം തന്നെയായിരുന്നു ജിസ്മോൾ അനുഭവിച്ചിരുന്നത്. അതവർക്ക് താങ്ങാൻ പറ്റാത്ത അത്ര സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് പേരോടൊന്നും ജിസ്മോൾ ഇത് പറഞ്ഞിരുന്നില്ല, എല്ലാം അടക്കി പിടിച്ച് കഴിയുമായിരുന്നു. സ്വന്തം വീട്ടുകാരോട് പോലും പറഞ്ഞില്ല. കാരണം അവർ പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ വന്നാൽ അതിലും കഷ്ടമായിട്ട് അവർ അനുഭവിക്കണം ജീവിതത്തിൽ. ഇവരുടെ കുത്തുവാക്കുകളും അടിയിടിയും തൊഴിയും കൊള്ളണം. അത് പേടിച്ചിട്ട് ആ പാവം എല്ലാവരോടും, സുഹൃത്തുക്കളിൽ നിള എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്, സുഹൃത്തിനോട് ചേച്ചിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറയുന്നല്ലാതെ തുറന്നൊന്നും പറയുന്നില്ലെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ആ നിള എന്ന് പറയുന്ന ആ സുഹൃത്തിന് പറയാനുള്ള കാര്യം കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഒരു പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് എറണാകുളത്ത് താമസിക്കാൻ ഹോസ്റ്റലിൽ പോയ സമയത്താണ്. അപ്പോൾ മൂത്ത മോള് ജനിച്ചിട്ടുണ്ട്. മൂത്ത മോൾക്ക് പാൽ കുടിക്കുന്ന സമയമാണ്. അപ്പം ഞാനൊരു ദിവസം ഞാൻ പുറത്താണ്, എബ്രോഡാണ്. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു അവളടുത്ത് എന്താണ് നീ മാറി നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവൾ എറണാകുളത്ത് നിൽക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ പറഞ്ഞു ഇതുപോലെ വീട്ടിൽ പ്രശ്നങ്ങളാണ്, അവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം അവർ നോക്കിക്കോളും, അപ്പോൾ അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അന്ന് എന്തോ കാര്യമായി സംഭവിച്ച് പുറത്താക്കിയതാണ്. രണ്ടാമത്തെ മോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പം ഇവൾ കരയുകയാണ്. അപ്പോൾ എല്ലാം കൂടെ എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങൾ, വീട്, അമ്മായിച്ചന് സുഖമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, അമ്മായിമ്മ എവിടെയെന്ന്. അപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മക്കളോ ആരോ ഉണ്ട്, ഇപ്പോൾ ജനിച്ചിട്ടുണ്ട്, അവരെ നോക്കാൻ വേണ്ടി ലണ്ടനിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് അമ്മയില്ലാത്തതല്ലേ, എന്നിട്ട് അവരിങ്ങനെ ചെയ്യുന്നല്ലോ. അത് ചോദിച്ചാൽ അവർ ഭയങ്കര ഇതാണ്, എന്നെക്കൊണ്ട് ആരെക്കൊണ്ടും അവരെ മാനേജ് ചെയ്യാൻ ഒക്കത്തില്ല, പുള്ളിക്കാരിയുടെ ഒരു ഇതാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാവും. അപ്പോൾ പറഞ്ഞു വേലക്കാരിയായി ഇപ്പോൾ മക്കളെ നോക്കുന്നത്, എൻ്റെ ജോലി ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ ജിമ്മിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചു. ജിമ്മി ഭയങ്കര സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു എന്താ പറയുക മാടമ്പി സ്വഭാവമാണ്. പിന്നീട് ഒരിക്കൽ വിളിച്ചു, ഭയങ്കര നിലവിളി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിന് കരയുന്നത് നീ? അപ്പോൾ ഞാൻ എപ്പോഴും പറയും നിനക്ക് ഒരു വക്കീലല്ലേ, നീ ഇങ്ങനെ ഒന്ന് താമസിക്കുന്നു. അപ്പോൾ ഇവൾ പറഞ്ഞു ജിമ്മി അടിക്കുക ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു, എന്നിട്ട് ഇറങ്ങി പോയിരിക്കുക, ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് വരുമോ എന്ന് തന്നെ അറിയത്തില്ല, അത്ര പ്രശ്നങ്ങളാണ്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഞാൻ അപകടത്തിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങോ തിരുവനന്തപുരത്ത് വാ, അപ്പം ഞങ്ങൾ നോക്കിക്കോളാം, അല്ലെങ്കിൽ ഇവിടോട്ട് പോകും. അപ്പോൾ പറഞ്ഞ് ചേച്ചിയുടെ അടുത്തോട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെ ഇവിടത്തൊന്നും ഇല്ലെന്ന് അറിയാമല്ലോ. അപ്പം ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയിട്ടും ഈ പുള്ളിക്കാരൻ ഞങ്ങളോട് സംസാരിക്കുമോ, ഞങ്ങളെ കൂട്ടത്തിൽ കൂടുകയൊന്നും ചെയ്തിട്ടില്ല ഈ ജിമ്മി എന്ന് പറയുന്ന ആൾ. അപ്പോൾ നമ്മളും അതുകൊണ്ട് കുറച്ച് അകൽച്ചയിലാണ്. അപ്പോൾ ഇവൾ പുറത്ത് വന്നിട്ടാണ് സംസാരിക്കുന്നത്, ഒരിക്കലും വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നില്ല, എപ്പോഴും പുറത്ത് വന്നിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാനിതുപോലെ പറഞ്ഞു നീ എനിക്ക് തീരെ വയ്യെങ്കിൽ ഒന്നീ വീട്ടിലേക്ക് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അത് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മൾ സംസാരിച്ച് ഒരു 3 മണിക്കൂറോളം സംസാരിച്ച് അങ്ങനെ പിന്നെ അതങ്ങ് സോൾവ് ആയി. പിന്നെ ഒരാഴ്ച ഞാൻ വിളിച്ച് പറഞ്ഞു ചേച്ചി ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് ഞാൻ കാണുന്നത് ഈ 2024 നവംബറിലാണ്. അപ്പം അത് പുള്ളിക്കാരി നോട്ടറിയുടെ കാര്യത്തിനായിട്ട് വന്നതാണ്. അങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോയി അവിടെ എല്ലാം കയറി ഇറങ്ങി നടന്നു. ഇവിടെ ഒരു വളരെ സ്മാർട്ടാണ് ആൾ. അപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്തു ഈ IAS-കാരോടൊക്കെ സംസാരിക്കുന്നതിനൊക്കെ ഇത്രയും ബോൾഡായിട്ട് എന്ത് കഴിവാണെന്ന് ആലോചിക്കുന്നു. ജോലിക്ക് വേണ്ടി അങ്ങ് എന്ത് പറയുക, അവർക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിതം പോകുന്ന തരത്തിലാണ് പെരുമാറ്റം. ഞങ്ങൾ മനസ്സിലാക്കിയതാണ് ജോലി അത്യാവശ്യമാണെന്ന്. കാരണം വാട്ടർ അതോറിറ്റിയിൽ അവൾക്ക് ഒരു ലീഗൽ അഡ്വൈസറായിട്ടോ അല്ലെങ്കിൽ SBI-യിലോ എവിടെയെങ്കിലും ഒരു ബാങ്കിലോ ഒരു പെർമനൻറ്റ് പൊസിഷൻ കിട്ടണമെന്ന് അത്രയേറെ ആഗ്രഹിച്ചു. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു ഇത്രയൊക്കെ വലിയ വീട്ടിൽ നീ എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്? അപ്പോൾ അതൊന്നും പറഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നവംബറിൽ വരുമ്പം ഞങ്ങൾ സെക്രട്ടേറിയറ്റിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ ജിമ്മി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു കുഞ്ഞ് ഛർദ്ദിച്ച് കിടക്കുകയാണ്, വളരെ അരോഗൻ്റായിട്ടാണ് സംസാരിക്കുന്നത്, പിന്നെ കുഞ്ഞിന് വളരെ സുഖമില്ല, നീ അവിടെ പോയി കിടന്നു എന്നുള്ള രീതിയിൽ. അപ്പം അവൾ പറഞ്ഞു മരുന്ന് നിൻ്റെ അടുത്ത് ഇരിപ്പുണ്ടെന്നൊക്കെ പറയാൻ അവൾ ശ്രമിക്കുന്നത്, കേൾക്കുന്നേ ഇല്ല. പക്ഷേ ഒരു അവസാനം ജിമ്മി ചോദിച്ച് മരുന്ന് എവിടെ കൊണ്ട് കളഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഇന്ന അടുത്തൊക്കെ ഇരിപ്പുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ചേട്ടനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതെന്താ ഇവന് കുഞ്ഞുങ്ങളുടെ മരുന്നിരിക്കുന്ന പോലും അറിയില്ലേ എന്ന് ചോദിച്ചു.
അത് കഴിഞ്ഞിട്ട് അവൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം തന്നെ പകുതിയാക്കി. അപ്പോഴും തന്നെ അവൾ 6 മണിക്കുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ 3 മണിയായപ്പോൾ തന്നെ ഇറങ്ങി. ഞാൻ അവളെ കൊണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു. അവൾ അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്, അപ്പം ഞാൻ ഒരുപാട് കാര്യം പറയാനുണ്ട് ചേച്ചിയുടെ അടുത്ത്, ആരും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്ത് വിഷയം ഉണ്ടെങ്കിലും മാനേജ് ചെയ്യാൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, നീ എന്തിനാ വിഷമിക്കുന്നത് എന്ന് പറഞ്ഞു. വിഷുവിൻ്റെ അന്ന് രാവിലെ ഞാൻ അവൾക്ക് ഹാപ്പി വിഷു ഇട്ടു. പക്ഷേ റെസ്പോണ്ട് ചെയ്തില്ല. അങ്ങനെയാണ് ഞാൻ അന്വേഷിക്കുന്നത് പുള്ളിക്കാരി എവിടെയെന്ന്. അങ്ങനെ വേറെ നമ്പറൊന്നും നമ്മുടെ കയ്യിലില്ല. അങ്ങനെ ഉച്ചയായപ്പം മനോരമയിലെ ന്യൂസ് കണ്ടു അവളിങ്ങനെ ആറ്റിൽ ചാടിയെന്ന്. ഭർത്താവിനെ പേടിയെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടുകാരെ മൊത്തം പുള്ളിക്കാരിക്ക് പേടിയായിരുന്നു. അതായത് അവളുടെ സ്വഭാവം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. എപ്പോഴും ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് നടന്നിരുന്ന കുട്ടി വളരെ ദുഃഖത്തിലായിരുന്നു. അതായത് എന്തിനെയൊക്കെ ഭയപ്പെടുന്ന പോലെയാണ്. ഇപ്പം നമ്മൾ അങ്ങോട്ട് ഫോൺ ചെയ്താലും വീട്ടിൽ വെച്ചൊന്നും സംസാരിക്കുകയൊന്നുമില്ല. പിന്നെ വിളിക്കാമെന്ന് പറയും. അപ്പം പിന്നെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഫോൺ അവരൊക്കെ നല്ല ഹാപ്പിയായിട്ടാണ് തോന്നിയത്. പിന്നെ ഇടയ്ക്ക് ഈ നവംബർ 24 കണ്ടതിൻ്റെ എന്നോട് ചോദിച്ചു, ഇതുപോലെ 2 മക്കളിൽ ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ ഇളയ ആളിനെയാണ്, അവൾ ക്യൂട്ടാണല്ലോ എന്ന് പറഞ്ഞു. ചേച്ചിക്കും വർണ്ണവിവേചനം ഉണ്ടോ? എന്നെ എല്ലാവർക്കും ഇളയതിനെയാണ് ഇഷ്ടം, മൂത്തതിനെ ആർക്കും താല്പര്യമില്ല, കറുപ്പിൻ്റെ പേരിൽ അവിടെ വലിയ പ്രശ്നമാണ്. മോളുടെ നിറം അവിടെ ഒരു പ്രശ്നമായിരുന്നു അല്ലേ? തന്നെ ആദ്യം തൊട്ടേ അതൊരു വിഷയമായിരുന്നു. പിന്നെ അതുപോലെ സ്ത്രീധനത്തിൻ്റെ കാര്യം, അവർ ഈ കല്യാണം വരുമ്പം ഇത്രയും വലിയ ഫാമിലിയിലാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഇത്രയും വലിയ ഫാമിലി പോകുമ്പോൾ ഇത്രയും സ്ത്രീധനം കൊടുക്കണ്ടേ? അപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങളുടെ കാസ്റ്റിൽ സ്ത്രീധനമൊന്നുമില്ല, ഞങ്ങൾ 10-20 പവനോ 2-3 ലക്ഷം രൂപ കൊടുത്ത് കെട്ടിക്കാറാണ് പതിവ്, അപ്പോൾ ഇവരൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇനി അവരുടെ രീതി അങ്ങനെ ആയിരിക്കും, നല്ല ആൾക്കാരാണല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പം പറയുന്നു സ്ത്രീധനത്തിൻ്റെ പേര് പ്രശ്നം ഉണ്ടായിരുന്നു. അതൊന്നും അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തായാലും കൊള്ളാം. വീട്ടിൽ സ്വന്തം ആൾക്കാരോട് സംസാരിക്കാനുള്ള ഫ്രീഡം ഇല്ല, ഫോണിലൊന്നും സംസാരിക്കാനുള്ള ഫ്രീഡം ഇല്ല. അപ്പോൾ ആ പെണ്ണ് എന്തോരം അനുഭവിച്ചു കാണാം അതിൻ്റെ ജീവിതത്തിൽ, പാവം ആ കുഞ്ഞുങ്ങളെ കൊണ്ട്. അതോടൊപ്പം അവർ പറയാണ്, ആ കുഞ്ഞിനെ നിറത്തിൻ്റെ പേരിൽ പോലും അധിക്ഷേപിക്കാറുണ്ട്. ഈ ജിസ്മോൾ നിറത്തിൻ്റെ പേരിൽ ഒരുപാട് പീഡകൾ അവരുടെ വീട്ടിൽ നിന്ന് അനുഭവിച്ചു. ഇനി ആരും ഇതുപോലെ നിറത്തിന്റെ പേരിലോ അങ്ങനെയൊന്നും ആരെ അധിക്ഷേപിക്കരുത്. ദൈവത്തെ ഓർത്ത് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് കളയോ ഒന്നും ചെയ്യാതെ സ്വന്തമായിട്ടൊരു വരുമാനം ഒക്കെ വേണം നിങ്ങൾക്ക്. എന്നാൽ മാത്രമാണ് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പാതി കാര്യങ്ങൾ രക്ഷപ്പെടും. ഇതുപോലുള്ള വീട്ടിലൊക്കെ ചെന്ന് കയറി നമുക്കറിയില്ലോ, ആലോചിച്ചൊക്കെ ചെന്ന് നല്ല കുടുംബമാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടൊക്കെ കല്യാണമൊക്കെ കഴിക്കും. അവിടെ ചെന്ന് കയറി കഴിയുമ്പോൾ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഏത് നേരത്തെ നിങ്ങൾ അവിടെ നിന്ന് വരാൻ റെഡി ആയിക്കൊണ്ടിരുന്നോണം. വെറുതെ അവരുടെ തല്ലും കൊണ്ട് അവരുടെ കുത്തുവാക്കം കേട്ട് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഒരു പരിധി വരെ പറ്റുള്ളൂ, അതിലപ്പുറത്തേക്ക് പാടില്ല. ഇപ്പോൾ കുടുംബജീവിതം സക്സസ്ഫുള്ളായി പോകണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം, അതൊക്കെ ശരി തന്നെ. പക്ഷേ അതൊരു ലിമിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ലാത്ത നിമിഷത്തിലേക്കാവുമ്പോൾ നിങ്ങളെ തന്നെ ഓർക്കുക. കാരണം നിങ്ങൾക്കിപ്പോൾ സ്വന്തം പേരൻസ് പോലും ഇപ്പോൾ ഞാനാണേലും ചിന്തിക്കും, എൻ്റെ പേരൻസിന് ഞാനൊരു ബർഡൻ ആവുമോ എന്ന് ചിന്തിച്ച് ചിലപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ചിന്തിക്കും. അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സെൽഫായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ എന്നുള്ള തോന്നൽ വരണം. അല്ലാതെ ആത്മഹത്യയൊന്നും തിരഞ്ഞെടുക്കരുത്, ദൈവത്തെ ഓർത്ത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ സുരക്ഷിതരാക്കണം. നിങ്ങൾ സ്വന്തം കാലയിൽ നിന്ന് അധ്വാനിച്ച് അതുങ്ങളെ പോറ്റി വളർത്തണം. അതോടെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകണം. അല്ലാതെ ഒരുത്തൻ്റെയൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ തല്ലും കൊണ്ട് അവൻ്റെ വീട്ടുകാരുടെ വഴക്കും കേട്ടൊന്നും നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടതൊന്നുമല്ല. അപ്പോൾ അതുപോലെ നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക. എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ജിമ്മിയുടെ ഒരു അറസ്റ്റോ ജിമ്മിയുടെ വീട്ടുകാരിൽ നിന്നോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ജിസ്മോളുടെ വീട്ടുകാരൊക്കെ ശക്തമായി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. എത്ര വേഗം ഈ കേസിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കാം. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.